ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ടോപ്പിക്കായിട്ടുള്ള ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇനി ഇൻ്റർനാഷണൽ ലോയുടെ പ്രൈമറി സബ്ജക്റ്റാണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റി ഓഫ് മെൻ ആണ്. ഒക്കുപേയിങ് എ ടെറിട്ടറി. അവരെന്ത് ഒക്കുപൈ ചെയ്യുന്നുണ്ട്? ടെറിട്ടറി ഒക്കുപൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു കോമൺലി ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതുപോലെ മറ്റുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് റിലേഷനിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും സ്റ്റേറ്റിനുണ്ടായിരിക്കുന്നതാണ്. ഇനി Montevideo Convention on the Rights and Duties of States of 1933 lay down that the state as a person of international law should possess the following qualification. സ്റ്റേറ്റ് ഒരു ഇൻ്റർനാഷണൽ ലോയിലെ പേഴ്സൺ എന്നുള്ളൊരു നിലയ്ക്ക് സ്റ്റേറ്റിന് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇനി ആ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ആ ക്വാളിഫിക്കേഷൻ ഏത് വഴി വന്നെയാണ്? Montevideo Convention on the റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് അതിൽ കൂടെ വന്നതാണ്. എന്തൊക്കെയാണ് ആ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ? ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ഒരു ഡെഫിനറ്റ് ടെറിട്ടറി ഉണ്ടായിരിക്കണം, ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് റിലേഷനിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടായിരിക്കണം. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടെറിട്ടറി വെയർ പീപ്പിൾ ഹാവ് നോട്ട് സെറ്റിൽ ഡൗൺ വുഡ് നോട്ട് ബി റിഗാർഡഡ് ആസ് എ സ്റ്റേറ്റ്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ സെറ്റിൽഡ് ഡൗൺ ചെയ്യാത്ത ഒരു ടെറിട്ടറിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി കഴിയത്തില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് ടെറിട്ടറി ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ് മസ്റ്റ് ഹാവ് എ ഡിഫൈൻഡ് ടെറിട്ടറി. സ്റ്റേറ്റ് ഷുഡ് ഹാവ് പൊസഷൻ ആൻഡ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി. സ്റ്റേറ്റിന് ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം. ആ ടെറിട്ടറിയുടെ മുകളിൽ പൊസഷനും കൺട്രോളും ഉണ്ടായിരിക്കണം. സ്റ്റേറ്റിന് ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. പീപ്പിൾ ആൻഡ് ദ ടെറിട്ടറി ഷുഡ് ബി ഗവേൺഡ് ബൈ എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് ആയിരിക്കണം ഈ പീപ്പിളിനെയും ടെറിട്ടറിയും ഗവേൺ ചെയ്യുന്നത്. ഇൻ എ ടെറിട്ടറി ഇഫ് ദർ ഈസ് നോ ഗവൺമെൻറ് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്. ഒരു ഗവൺമെൻറ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തല്ല? ഒരു സ്റ്റേറ്റ് അല്ല. പിന്നെ സ്റ്റേറ്റിന് മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് റിലേഷനിൽ എൻ്റർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പലതരത്തിലുള്ള സ്റ്റേറ്റുകളെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോവറിൻ സ്റ്റേറ്റ് ആണ്. സോവറിൻ സ്റ്റേറ്റ് എന്താണ്? ഈസ് വൺ വിച്ച് ഈസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഇൻഡിപെൻഡൻറ്റ്. സോവറിൻ സ്റ്റേറ്റ് ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഈ ഇൻറ്റേർണൽ മാറ്റേഴ്സിലും എക്സ്റ്റേർണൽ അഫെയർസിലും സോവറിൻ സ്റ്റേറ്റിന് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം ആൻഡ് ആബ്സല്യൂട്ട് പവറും ഉണ്ട്. ഇനി സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ് ഫ്രീ ടു അഡോപ്റ്റ് എനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് ലൈക്ക് സോവറിൻ സ്റ്റേറ്റിന് അവർക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും. അവർക്ക് ഫിറ്റായിട്ട് തോന്നുന്നൊരു അഡ്മിനിസ്ട്രേഷൻ അവർക്ക് എടുക്കാൻ വേണ്ടി കഴിയും. നിയമങ്ങൾ അവർക്ക് ഇനാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കതിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി സോവറിൻ സ്റ്റേറ്റ് ഈസ് ഫ്രീ ടു ഫ്രെയിം ഇറ്റ്സ് ഫോറിൻ പോളിസി. സോവറിൻ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അവരുടെ ഫോറിൻ പോളിസി ഫ്രെയിം ചെയ്യാൻ വേണ്ടി കഴിയും. ഇറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് റിലേഷൻ വിത്ത് അതർ സ്റ്റേറ്റ്. മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് സോവറിൻ സ്റ്റേറ്റിന് റിലേഷനിൽ എൻ്റർ ചെയ്യാൻ കഴിയും. നോ അതർ സ്റ്റേറ്റ് ക്യാൻ പ്രിസ്ക്രൈബ് ദ റൂൾ ഓഫ് കണ്ടക്ട് വിച്ച് എ സോവറിൻ സ്റ്റേറ്റ് ഷുഡ് ഫോളോ ഇൻ ഇൻ്റർനാഷണൽ അഫെയർസ്. ഇൻ്റർനാഷണൽ അഫെയർസിൽ ഒരു സോവറിൻ സ്റ്റേറ്റ് എങ്ങനെ അവരുടെ റൂൾസ് പോകണമെന്നോ അങ്ങനൊന്നും മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഇനി മോഡേൺ വേൾഡിൽ സോവറിൻ സ്റ്റേറ്റ് ഡസ് നോട്ട് പൊസസ് സുപ്രീം ആൻഡ് ആബ്സല്യൂട്ട് പവർ. മോഡേൺ വേൾഡിലാണെന്നുണ്ടെങ്കിൽ സോവറിൻ സ്റ്റേറ്റിന് സുപ്രീം ആൻഡ് ആബ്സല്യൂട്ട് പവർ ഇല്ല. സോവറിൻ സ്റ്റേറ്റ് എന്താണ്? ഇൻ്റർനാഷണൽ ലോയിൽ ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അവർ എന്ത് ചെയ്യണം? സോവറിൻ സ്റ്റേറ്റ് ഇൻ്റർനാഷണൽ ലോയും കൂടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സുപ്രീം ആൻഡ് ആബ്സല്യൂട്ട് പവേഴ്സ് ഓഫ് സോവറിൻ സ്റ്റേറ്റ് ആർ ഫർദർ ക്വാളിഫൈഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് നെയ്ബർലിനെസ്. അപ്പോൾ എന്താണ് ഈ സോവറിൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് പവർ ഉള്ള സോവറിൻ സ്റ്റേറ്റുകൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് നെയ്ബർലിനെസ് കൂടെ അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് നെയ്ബർലിനെസ് സേസ് ദാറ്റ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് യൂസ് ഇറ്റ്സ് ടെറിട്ടറി ഫോർ പർപ്പസസ് ഇൻജൂറിയസ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേറ്റ്. ഈ സോവറിൻ സ്റ്റേറ്റ് എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് നെയ്ബർലിനെസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഒരിക്കലും അവരുടെ ടെറിട്ടറീസ് മറ്റുള്ള സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിനെ എന്തെങ്കിലും ഇഞ്ചുറി വരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ. അഥവാ അങ്ങനെ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിന് എന്തെങ്കിലും തരത്തിൽ ഒരു ഇഞ്ചുറി കോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
ഈ ഇഞ്ചുറി കോസ് ചെയ്ത സ്റ്റേറ്റ് മറ്റേ സ്റ്റേറ്റിനോട് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും. സോവറിൻ സ്റ്റേറ്റ് ദോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ക്യാൻ യൂസ് ഇറ്റ്സ് ടെറിട്ടറി ഫോർ എനി പർപ്പസ് ഇറ്റ് ഷുഡ് നോട്ട് പെർമിറ്റ്സ് ഇറ്റ്സ് ടെറിട്ടറി ഫോർ പർപ്പസസ് ഇഞ്ചൂറിയസ് ടു അനദർ സ്റ്റേറ്റ്. സോവറിൻ സ്റ്റേറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ടെറിട്ടറി എന്ത് പർപ്പസിന് വേണ്ടിയും യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് ഇഞ്ചുറി കോസ് ചെയ്യാൻ വേണ്ടിയല്ല ഇവിടെ പെർമിഷൻ കൊടുക്കുന്നത്. ഇൻ്റർനാഷണൽ ലോയിൽ എ സ്റ്റേറ്റ് ഈസ് അണ്ടർ എ ഡ്യൂട്ടി ടു പ്രിവെൻറ്റ് ഇറ്റ്സ് ടെറിട്ടറി ഫ്രം ബീയിങ് എ സോഴ്സ് ഓഫ് എക്കണോമിക് ഇഞ്ചുറി ടു നെയ്ബറിങ് സ്റ്റേറ്റ്. എന്താണ് ഇൻ്റർനാഷണൽ ലോ പ്രകാരം ഒരു സ്റ്റേറ്റ് അവരുടെ ടെറിട്ടറിക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് ഇഞ്ചുറി കോസ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ട്രയൽസ് മിൽറ്റർ ആർബിട്രേഷൻ കേസ് അല്ലെങ്കിൽ US വേഴ്സസ് കാനഡ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ദ കേസ് റിലേറ്റഡ് ടു ഡാമേജ് കോസ്ഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് വാഷിംഗ്ടൺ ബൈ ഫ്യൂംസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ഒരു കമ്പനിയിൽ നിന്നും എമിറ്റ് ചെയ്തത് കാരണം എന്തു പറ്റി? സ്റ്റേറ്റ് ഓഫ് വാഷിങ്ടണിന് ഇഞ്ചുറി പറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഡാമേജ് കോസ് ചെയ്തത് ആർക്കാണ്? സ്റ്റേറ്റ് ഓഫ് വാഷിങ്ടണിനാണ്. എങ്ങനെ? കനേഡിയൻ ടെറിട്ടറിയിലെ ട്രയൽസ് മിൽറ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും എമിറ്റ് ചെയ്ത സൾഫർ ഡയോക്സൈഡ് വഴിയാണ് സ്റ്റേറ്റ് ഓഫ് വാഷിങ്ടണിന് ഡാമേജ് കോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കാനഡ അമേരിക്കയ്ക്ക് ഇഞ്ചുറി കോസ് ചെയ്തത്. ഇനി SO2 ഫ്യൂംസ് കോസ്റ്റ് ഡാമേജ് ടു അഗ്രികൾച്ചർ ഇൻ വാഷിങ്ടൺ. വാഷിങ്ടണിലെ അഗ്രികൾച്ചറിന് ഈ SO2 ഫ്യൂംസ് വഴി ഡാമേജസ് സംഭവിച്ചു. അപ്പോൾ അവർ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തു. ട്രൈബ്യൂണൽ ഹെൽഡ് ചെയ്തത് എന്താണ്? നോ സ്റ്റേറ്റ് ഹാസ് റൈറ്റ് ടു യൂസ് ഓർ പെർമിറ്റ് യൂസേജ് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി ഇൻ സച്ച് എ മാനർ ആസ് ടു കോസ് ഇഞ്ചുറി ടു ദ ടെറിട്ടറി ഓഫ് അതർ സ്റ്റേറ്റ്സ് ഓർ ദ പ്രോപ്പർട്ടീസ് ഓർ പേഴ്സൺസ് ഇൻ അനദർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിക്കോ പേഴ്സണോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിനോ ഇഞ്ചുറി കോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് 21 ആൻഡ് 22 ഓഫ് ദ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഓഫ് 1972 എന്ത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഷാൽ ബി റെസ്പോൺസിബിൾ ഇഫ് ഇറ്റ് കോസ് ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ഓഫ് അതർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിന് ഡാമേജ് കോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡാമേജ് കോസ് ചെയ്ത സ്റ്റേറ്റ് എന്താകുന്നു? റെസ്പോൺസിബിൾ ആകുന്നു. ഓക്കെ, അല്ലെങ്കിൽ നാഷണൽ ജൂറിസ്ഡിക്ഷന് ബിയോണ്ട് ആയിട്ട് എന്തെങ്കിലും ഡാമേജ് കോസ് ചെയ്യുന്ന സ്റ്റേറ്റ് അവിടെ റെസ്പോൺസിബിൾ ആകുന്നു. ഇൻ്റർനാഷണൽ ലോ പ്രകാരം എല്ലാ സോവറിൻ സ്റ്റേറ്റുകളും അവരുടെ വലിപ്പം അല്ലെങ്കിൽ പോപ്പുലേഷൻ റിസോഴ്സസ് എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ അവരെല്ലാം ഈക്വലാണ് എന്ന് പറഞ്ഞാൽ സൈസിൻ്റെയോ പോപ്പുലേഷൻ്റെയോ റിസോഴ്സസിൻ്റെയോ പേരിൽ അവരെ എന്ത് ചെയ്യത്തില്ല? വേർതിരിക്കത്തില്ല. ഒരു സ്റ്റേറ്റ് ചെറുത് മറ്റേത് വലുത് എന്നൊന്നുമുള്ള ഒരു തരത്തിലുള്ള ഡിഫറൻസുകളും ഇല്ല. എല്ലാവരെയും ഇൻ്റർനാഷണൽ ലോയുടെ കണ്ണിൽ എല്ലാ സോവറിൻ സ്റ്റേറ്റുകളും ഈക്വലാണ്. UN ചാർട്ടർ ബേസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് സോവറിൻ ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി രണ്ടാമത് വരുന്നതാണ് ഫെഡറൽ സ്റ്റേറ്റ്. ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിൽ സോവറിൻ സ്റ്റേറ്റുകൾ തമ്മിൽ മേർജ് ആയിട്ടാണ് ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ലോയിൽ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പേഴ്സൺ ആണ്. ഇവിടെ എന്തുണ്ടായിരിക്കും? സെൻറ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സെൻറ്ററും സ്റ്റേറ്റ് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തൊക്കെ ഈ ഫെഡറൽ സ്റ്റേറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ എന്തുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയും സ്വിറ്റ്സർലാൻഡും ഒക്കെ അവിടെ എല്ലാം ഫെഡറൽ സ്റ്റേറ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ട്രീറ്റി വഴി ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷനിൽ ഒരു സ്ട്രോങ്ങർ സ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ പോകുന്നതാണ് പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എൻട്രസ്റ്റ് ഇറ്റ്സ് മാറ്റേഴ്സ് ഓഫ് സെക്യൂരിറ്റി. ഈ പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് അവരുടെ സെക്യൂരിറ്റി, ഡിഫൻസ്, എക്സ്റ്റേണൽ അഫെയർസ് ഒക്കെ മറ്റൊരു സ്റ്റേറ്റിനെ എൻട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? സറണ്ടേഴ്സ് ടു ദ സ്ട്രോങ്ങർ സ്റ്റേറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ അഫെയർസ്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ അഫെയർസ് എല്ലാം ഈ സ്റ്റേറ്റ് ഈ പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ കൊടുത്തിരിക്കുകയാണ്. പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റിന് എന്തില്ല?
എന്തല്ല, ആബ്സല്യൂട്ട് സോവറിൻ സ്റ്റേറ്റ് അല്ല പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പിന്നെന്താണ്, ഒരു UN മെമ്പർ ആവാൻ വേണ്ടി കഴിയും. ഇൻറ്റേർണൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ടു അഡോപ്റ്റ് എനി പോളിസി, ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ എന്ത് പോളിസി വേണമെങ്കിലും അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയും കഴിയുന്നതാണ്. ഭൂട്ടാൻ ആണെങ്കിൽ എന്താണ്, ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു. അതുപോലെ സിക്കിമും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ട്രോങ്ങർ സ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷനിൽ മറ്റൊരു സ്റ്റേറ്റ് പോകുന്നതാണ്. അവിടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ഒരു ഫോർമൽ ട്രീറ്റി വഴി അവർ സ്വമേധയാ പോകുന്നതാണ്. ഇനി വെസൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെസൽ സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റ് ആയിരിക്കും കൺട്രോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ സ്റ്റേറ്റ് വിച്ച് ഈസ് അണ്ടർ സുസേർണിറ്റി എന്ന് പറയുമ്പോൾ ആധിപത്യത്തിൻ്റെ അണ്ടറിലായിരിക്കും. ആബ്സല്യൂട്ട് കൺട്രോൾ എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും. അതിനെയാണ് വെസൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് ഒരു റിലേഷനിൽ എൻറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ സുസേറിൻ സ്റ്റേറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു ഇപ്സോ ഫാക്റ്റോ വഴിയായിരിക്കും. വെസൽ സ്റ്റേറ്റിന് ഇൻറ്റേർണൽ മാറ്റേഴ്സൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള അവർക്ക് അധികാരമുണ്ട് താനും. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് 1914 വരെ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ടർക്കിയുടെ സുസേർണിറ്റി ആയിരുന്നു. 1951 ദലൈലാമ ടിബറ്റിൻ്റെ ബിഹാഫിൽ ചൈനയുമായിട്ട് ഒരു ട്രീറ്റിയിൽ എൻറ്റർ ചെയ്തു. ഇത് പ്രകാരം ദലൈലാമ എന്ന് പറയുന്നത് ചൈന റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ കം ടെമ്പററി റൂളറായിരുന്നു ടിബറ്റിൻ്റെ. അപ്പോൾ ചൈനീസ് സുസേർണിറ്റിയുടെ അണ്ടറിലായിരുന്നു ഇവർ വന്നിരുന്നത്. അപ്പോൾ ഈ ട്രീറ്റിയുടെ ടേംസ് പ്രകാരം ഇൻ്റേർണൽ അഫയേഴ്സ് ടിബറ്റ് ബിക്കം ഓട്ടോണമസ്. ഇൻ്റേർണൽ അഫയേഴ്സിൽ ടിബറ്റ് ആയി ഓട്ടോണമസ് ആയി. ആൻഡ് ഇൻ ദ എക്സ്റ്റേണൽ അഫയേഴ്സിൽ ടിബറ്റ് എന്തായി, ചൈനയുടെ സുസേർണിറ്റിയുടെ അണ്ടറിലുമായി. അപ്പോൾ ബൈ ദിസ് ട്രീറ്റി ടിബറ്റ് ബിക്കം എ വെസൽ സ്റ്റേറ്റ്. അങ്ങനെ ഈ ട്രീറ്റി പ്രകാരം ടിബറ്റ് എന്തായി, ഒരു വെസൽ സ്റ്റേറ്റ് ആയി. ബട്ട് ചൈന വയലേറ്റഡ് ദ ട്രീറ്റി ബൈ മേക്കിംഗ് ഇൻ്റർഫിയറൻസ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ്. ചൈന എന്ത് ചെയ്തു, ഈ ട്രീറ്റി വയലേറ്റ് ചെയ്തുകൊണ്ട് ടിബറ്റിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. 1959 സിറ്റുവേഷൻ വളരെ മോശമാകുകയും അവിടെ കുറച്ച് സപ്രഷൻസ് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ദലൈലാമ എന്തോ ചെയ്തു, അവിടെ നിന്ന് നേരെ ഇന്ത്യയുടെ അസൈലം സീക്ക് ചെയ്തു. അസൈലം എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ഇതുകൊണ്ടൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഒക്കെ വന്നിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഹെൽപ്പ് തേടി. സിൻസ് ദെൻ ചൈന എക്സ്പീരിയൻസസ് ഫുൾ കൺട്രോൾ ഇൻ ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ മാറ്റേഴ്സ് ഓഫ് ടിബറ്റ്സ്. അതുമുതൽ ചൈനയ്ക്ക് എന്താണ്, ടിബറ്റിൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണൽ മാറ്റേഴ്സിലും ഫുൾ കൺട്രോൾ ആയിരുന്നു. ദസ് നൗ ടിബറ്റ് ഈസ് നോട്ട് എ വെസൽ സ്റ്റേറ്റ്. ഇപ്പോൾ എന്തല്ല, ഒരു വെസൽ സ്റ്റേറ്റ് അല്ല ടിബറ്റ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ വേണ്ടി കഴിയത്തില്ല. ടിബറ്റ് ഹാസ് നോ ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ്. ടിബറ്റിന് എന്തില്ല, ഇൻ്റർനാഷണൽ സ്റ്റാറ്റസും ഇല്ല. ഇനി 5ാമത്തെ സ്റ്റേറ്റാണ് ഹോളി സീ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി. ഇതെന്ന് പറയുന്നത് ഹോളി സീ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് UN മെമ്പർ അല്ല. ഇതെന്ന് പറയുന്നത് ഒരു സ്മോൾ സോവറിൻ സ്റ്റേറ്റ് ആയിരിക്കും. അവർക്ക് 1/2 സ്ക്വയർ കിലോമീറ്ററേ അവരുടെ ടെറിറ്ററി ഉണ്ടായിരിക്കത്തുള്ളൂ. പോപ്പുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു അറൗണ്ട് 1000 അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോഴേ നമുക്കറിയാം എന്ത് കുഞ്ഞ് സ്റ്റേറ്റ് ആയിരിക്കും എന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് കത്തോലിക് ക്രിസ്ത്യനിലെ പോപ്പായിരിക്കും ആ ഹോളിസിയുടെ മൊണാർക്ക് എന്ന് പറയുന്നത്. ഹോളിസി പൊസസസ് ആൻ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി. അവർക്ക് എന്താണ്, സ്മോൾ സ്റ്റേറ്റ് ആണെങ്കിലും ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി ഉണ്ട്. വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് സോവറിൻ സ്റ്റേറ്റ് എന്താണ്, ഇൻ്റർനാഷണൽ ലോയുടെ അണ്ടറിലാണ് വരുന്നത്, പക്ഷേ UN മെമ്പറല്ല. ഇത്രയുമാണ് സ്റ്റേറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എത്രയാണ്, 5 തരത്തിലുള്ള സ്റ്റേറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതായിരുന്നു, സോവറിൻ സ്റ്റേറ്റ്. പിന്നെ വന്നത് ഫെഡറൽ സ്റ്റേറ്റ്, പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ്, വെസൽ സ്റ്റേറ്റ്, ഹോളി സീ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്